മാർച്ച് 13 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ എവുപ്രാസ്യ, വിശുദ്ധ തെയൂസെറ്റാസ്, വിശുദ്ധ ഹെറോസ്, വിശുദ്ധ തെയോഡോറ, വിശുദ്ധ നിംഫോഡോറ, വിശുദ്ധ ക്രിസ്തീന, വിശുദ്ധ ഹെൽഡ്രാഡ്, വിശുദ്ധ ജെറാൾഡ്. വിശുദ്ധ എവുപ്രാസ്യ 390-420 കാലഘട്ടത്തിലാണ് വിശുദ്ധ എവുപ്രാസ്യ ജീവിച്ചിരുന്നത്. കോൺസ്റ്റാന്റിനോപ്പിളിലെ തെയോഡോഷ്യസ് ചക്രവർത്തിയോട് അടുത്ത ബന്ധമുണ്ടായിരുന്ന ആന്റിഗോന്യൂസ് എന്ന പ്രഭുവിന്റെ മകളാണ് എവുപ്രാസ്യ. അമ്മയുടെ പേരും എവുപ്രാസ്യ എന്നായിരുന്നു. ആന്റിഗോന്യൂസ് നേരത്തെ മരിക്കയാൽ വിധവ ഈജിപ്തിൽ പോയി ഒരാശ്രമം സ്ഥാപിച്ചു. ആശ്രമവാസികൾ 130 പേർ ഭക്ഷിച്ചിരുന്നത് സസ്യങ്ങളും പയറുമാണ്. ട്രാപ്പിസ്റ്റ് സഭാംഗങ്ങളെ പോലെയായിരുന്നു അന്ന് അവരുടെ ജീവിതം. 7 വയസ്സുള്ളപ്പോൾ തന്നെ എവുപ്രാസ്യ അമ്മയോട് ഈ ആശ്രമത്തിൽ തന്നെ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു. സന്തോഷവതിയായ മാതാവ് മകളെ മഠാധിപയുടെ അടുക്കൽ കൊണ്ടുചെന്നു. മഠാധിപ ക്രിസ്തുനാഥന്റെ ഒരു ചിത്രം അവളുടെ കയ്യിൽ കൊടുത്തു. അത് സ്വീകരിച്ച് ചുംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, "ഞാൻ എന്നെ വ്രതം വഴി ക്രിസ്തുവിന് പ്രതിഷ്ഠിക്കുന്നു." അമ്മ തന്റെ മകളെ ക്രിസ്തുനാഥന്റെ തിരുസ്വരൂപത്തിന്റെ മുൻപിലേക്ക് ആനയിച്ചുകൊണ്ട് പറഞ്ഞു, "കർത്താവായ യേശുവേ, അങ്ങയുടെ സംരക്ഷണത്തിൽ ഈ കുഞ്ഞിനെ സ്വീകരിക്കുക. അങ്ങയെ മാത്രമേ അവൾ സ്നേഹിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുള്ളൂ." അനന്തരം മകളോട് പറഞ്ഞു, "ദൈവത്തെ ഭയപ്പെടുക, നിന്റെ സഹോദരിമാരെ ബഹുമാനിക്കുക, എളിമയോടെ അവരെ സേവിക്കുക. നീ രാജകുടുംബത്തിൽപ്പെട്ടവളാണെന്നോ നീ എന്തായിരുന്നുവെന്നോ ചിന്തിക്കേണ്ട." അനന്തരം മകളോട് യാത്ര പറഞ്ഞ് സ്ഥലം വിട്ടു. താമസിയാതെ ആ സ്ത്രീ മരിച്ചു. വിവരങ്ങളറിഞ്ഞ ചക്രവർത്തി എവുപ്രാസ്യയോട് മടങ്ങി വരുവാനും ഒരു സെനറ്ററെ വിവാഹം കഴിക്കുവാനും ഉപദേശിച്ചു. ക്രിസ്തുവിനോട് താൻ നിത്യകന്യകാത്വം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണെന്നും തന്റെ സ്വത്ത് ദരിദ്രർക്ക് നൽകുവാനും തന്റെ അടിമകളെയെല്ലാം സ്വതന്ത്രരാക്കാനും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടുകൊണ്ട് എവുപ്രാസ്യ മറുപടി നൽകി. എവുപ്രാസ്യ തന്റെ സഹോദരിമാർക്ക് എളിമയുടെയും ശാന്തതയുടെയും ഉപവയുടെയും ഉത്തമ മാതൃകയായിരുന്നു. എന്തെങ്കിലും പരീക്ഷ ഉണ്ടായാൽ ഉടനെ തന്നെ അത് സുപ്പീരിയറിന് വെളിപ്പെടുത്തും. അവർ എന്തെങ്കിലും എളിയൊരു പ്രവൃത്തി പ്രായശ്ചിത്തമായി നിശ്ചയിക്കും. സൂര്യാസ്തമയത്തിന് ശേഷം കുറെ പയറും സസ്യങ്ങളും ഭക്ഷിക്കും. അതായിരുന്നു അവളുടെ ആഹാരം. ഒരിക്കൽ ഒരു ദാസി അവളെ കപടഭക്ത എന്ന് വിളിച്ചപ്പോൾ അവൾ പാദത്തിൽ വീണ് മാപ്പപേക്ഷിക്കുകയാണ് ചെയ്തത്. 30-ാമത്തെ വയസ്സിൽ അവൾ മരിച്ചു. തന്റെ സ്നേഹനാഥന്റെ അടുക്കലെത്തി. നമുക്കിന്നേ ദിവസം ഇങ്ങനെ വിചിന്തനം ചെയ്യാം. ഒരു പരീക്ഷയെ ജയിക്കാൻ എവുപ്രാസ്യയോട് സുപ്പീരിയർ പറഞ്ഞത് ഒരു കല്ലെടുത്ത് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് വെച്ച് തിരികെ യഥാസ്ഥാനത്ത് വെക്കാനാണ്. ഒരിക്കൽ 30 പ്രാവശ്യം അങ്ങനെ ചെയ്ത ശേഷമാണ് പരീക്ഷയെ ജയിച്ചത്. വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ വിശുദ്ധ എവുപ്രാസ്യമ്മയെ പോലെ നമ്മുടെ ജീവിതത്തിലും കഠിനമായ പരീക്ഷകൾ വരുമ്പോൾ പ്രായശ്ചിത്തം ചെയ്ത് അവയെ അകറ്റി നിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ്. വിശുദ്ധയായ എവുപ്രാസ്യയെ ലോകത്തുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.